പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശിഷ്യ മിറക്കുലർ സയൻസ് ഓഫ് മിനിസ്ട്രിയിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അല്പസമയം പൈതൽ ഫാനി മോൾ ഷീസ് ഓൺ ദ ലൈൻ. പൈതലിനോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കാം. ഫാനി, വുഡ് യു പ്ലീസ് അൺമ്യൂട്ട് കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീത ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി മിറക്കിൾ സെന്റർ ഓഫ് ജീസസ് മിനിസ്ട്രിയിൽ നിങ്ങളോടൊപ്പം പ്രിയമാക്കി വാക്കുകളോടൊപ്പം ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ കർത്താവിന്റെ ആത്മാവ് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഏവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തികഞ്ഞ പ്രാർത്ഥനയോടെ, അങ്ങേയറ്റം ദൈവാശ്രയത്തോടെ, ഒത്തിരി ദൈവ സാന്നിധ്യബോധത്തോടെ നമുക്ക് ദൈവപാദവിധത്തിലായിരിക്കാം. ഒന്നിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തോട് നമുക്ക് അടുത്തു വരാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്കായി സമയങ്ങളെ ഒരുക്കാം. കർത്താവിനെ നമുക്ക് നന്ദി പറയാം. കർത്താവെ, ഞങ്ങളെ അൻപോടെ സ്നേഹിക്കുവാൻ യേശുവേ, ഞങ്ങളിൽ എന്ത് യോഗ്യതയാണ് ഞങ്ങളിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാവുന്ന ഞങ്ങളെ കർത്താവെ ആ പൊൻകരം നീട്ടിപ്പിടിച്ച് ഞങ്ങളെ ഉയർത്തിയ ആ ദൈവ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. എന്നോട് ചേർന്ന് ഈ ഗാനം പാടണം. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ധൈര്യം പകരുമാറാകട്ടെ. ഈ ഗാനം നിങ്ങൾക്ക് ഒരു ആത്മീയ പ്രചോദനമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പാടാം. എന്നെ അൻപോടെ സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്. ഹല്ലേലൂയ. ആ പൊൻകരം നീട്ടിപ്പിടിച്ച് എന്നെ അൻപോടെ
എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ച് ഇത്രമേൽ സ്നേഹിക്കുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? അപ്പാ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ എന്നെ മാനിക്കുവാൻ, ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരേ, തൂയാവിയേ, തൂയരേ, തൂയാവിയേ, വറ്റാത്ത ഉറവയെ, തേനീരും മധുരമേ, വറ്റാത്ത ഉറവയെ, തേനിലും മധുരമേ, എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിക്കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു എന്നിൽ നൽകാൻ, എന്നിൽ നൽകാനും ഏകിടാൻ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാൻ, എന്നിൽ നൽകാനും ഏകിടാൻ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാൻ തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി, പിന്നെ നിറവേകിയതും തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി, പിന്നെ നിറവേകിയതും യേശുവേ. നമ്മെ നിത്യമായി സ്നേഹിച്ചു, എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസ്സാൽ മുറ്റും നിറച്ചു, തന്നിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസ്സാൽ മുറ്റും നിറച്ചു, തന്നിന്മേൽ ശോഭിക്കുന്ന, തന്നിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമയനെ, നീതിയിൻ തേജസ്സാൽ, നീതിയിൻ തേജസ്സാൽ എന്നെ അധികമായി നിലനിർത്തിയിടും. ഇരുളിൽ നൽവെളിച്ചം പോലെ, ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമയനെ, നീതിയിൻ തേജസ്സാൽ എന്നെ അധികമായി നിലനിർത്തിയിടും. തൂയരേ, തൂയരേ, തൂയാവിയേ, തൂയരേ, തൂയാവിയേ, വറ്റാത്ത ഉറവയെ, തേനിയും മധുരമേ,
വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ തൂയരേ തൂയ ആവിയേ തൂയരേ തൂയ ആവിയേ തൂയരേ തൂയ ആവിയേ തൂയരേ തൂയ ആവിയേ ആമേൻ 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 കർത്താവേ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി ഓ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ യേശുവേ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു ഓ കർത്താവേ ഞങ്ങൾക്കൊരു നല്ല പിതാവ് അവിടുന്ന് ജീവിക്കുന്നതിനാൽ നോക്കാം സ്നേഹത്തിനിരയിലായ കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കൈകൾ അടിച്ച് കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന, നമ്മളെ കൈവിടാത്ത നമ്മുടെ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം. നാം എഴുതി വീണാലും അവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, നാം വീഴുന്നത് തീയിലല്ല, കർത്താവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. കർത്താവ് ഈ പാട്ടിലൂടെ നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിലെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിലെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളില. ധൈര്യത്തോടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിലെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിലെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഓരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളില. ആമേൻ. നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി
ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആമേൻ ആമേൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ഓ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. അവൻ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അപ്പാ ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞതിനായി പ്രിയ പിതാവേ, ഞങ്ങളുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി എന്റെ മനസ്സ് തുറന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിലേക്ക് ഈ ജനത്തെ കൊണ്ടുപോകണം. ഈ ഗാനങ്ങൾ കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ ആത്മീയ ഹാലിയ പ്രചോദനമാക്കി, ഒരു വലിയ സാക്ഷ്യത്തിന് കാരണമായി തീർന്നതിനാൽ സ്തോത്രം. ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നീതിക്കും ദയയ്ക്കും സ്തോത്രം. യേശുവിന്റെ ഇന്ന് അനുഭവ സാക്ഷ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ഷൈനി റെജിയാണ്. അനേകം ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുകയും ഒത്തിരി പിരിമുറുക്കത്തിലൂടെയും ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും കർത്താവിന്റെ സ്നേഹമുള്ള ശക്തിയേറിയ കരം ഇന്നയോളം നടത്തി ഇത്രത്തോളം ബലത്തോടെ നിർത്തിയിരിക്കുന്നു. പാസ്റ്റർ റെജി ആൻഡ് സിസ്റ്റർ ഷൈനി 3 കുഞ്ഞുങ്ങളുമായി ഛത്തീസ്ഗഡിലെ റായ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ആകസ്മികമായി 2022 പാസ്റ്റർ റെജി കർത്താവിനോട് ചേരുവാനിടയായി. അതിനെ തുടർന്ന് സിസ്റ്റർ ഷൈനി അനേക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എന്നാലും കർത്താവിന്റെ വേല ശക്തമായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അനുഭവ സാക്ഷ്യം പങ്കിടുന്നതിനായി സിസ്റ്റർ ഷൈനി റെജിയെ സ്വാഗതം ചെയ്യുന്നു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. മിറക്കൽ ഹാൻഡ് ഓഫ് ജീസസ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എന്റെ സാക്ഷ്യമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തന്ന വലിയൊരു അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സാക്ഷ്യത്തിനായി എന്നെ വിളിച്ച പാസ്റ്റർ മാത്യുമ്മൻ പാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇതിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ഇൻഡോറിൽ നിന്നുള്ള റീന സിസ്റ്റർ ആണ്. ആ സിസ്റ്ററോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ എന്നെ വിളിച്ച് സംസാരിച്ച ഷേർലി സിസ്റ്ററോടും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ മഹാസ്നേഹത്തിനും കരുണയ്ക്കുമായി ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ മാതാപിതാക്കൾ ചെറുപ്രായം മുതലേ ഞങ്ങളെ 3 മക്കളാണ് എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. ചെറുപ്രായത്തിലെ ദൈവഭക്തിയോടുകൂടെ ഞങ്ങൾ വളർത്തി. എന്നാൽ എന്റെ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പിതാവ് ഒരിക്കൽ പോലും യേശുവിന്റെ നാമം എടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും യേശുവേ എന്ന് വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ തന്നെ എന്റെ പിതാവ് ആയിരിക്കുന്ന പള്ളിയിൽ നല്ലൊരു ഭക്തനായിരുന്നു. എന്റെ പിതാവിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഗീവർഗീസ് പുണ്യാളനായിരുന്നു. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്റെ ഗീവർഗീസ് പുണ്യാളാന്ന് വിളിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ എന്റെ മാതാവ് ബെന്തിക്കോസ്ത് അനുഭവത്തിൽ അല്ലെങ്കിൽ തന്നെയും പാട്ടും പ്രാർത്ഥനയും ആ രീതിയിലായിരുന്നു എന്റെ മാതാവിന് ഇഷ്ടം. ആ രീതി തന്നെയാണ് ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കുടുംബത്തില് ഒരു വിഷയം, ഒരു സംഭവം ഉണ്ടാവാൻ തക്കനിടയായി തീർന്നു. അത് വിവരിക്കാൻ സമയമില്ല. ആ ഒരു സംഭവം
കർത്താവിലേക്ക് എന്റെ മാതാപിതാക്കൾ അടുപ്പിച്ചു. അവരുടെ സത്യം അറിയുവാനും യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനും രക്ഷപ്പെട്ട സ്നാനപ്പെട്ട ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് എനിക്ക് 12 വയസ്സ് മാത്രം ഉള്ളപ്പോൾ ഞാൻ എന്റെ മാതാവിനോട് കൂടെ പകല് കിടന്ന് ഉറങ്ങുവാൻ ഇടയായി. ആ ഉറക്കത്തിലെ കർത്താവ് എനിക്ക് ഒരു ദിവ്യ സ്വപ്നം കർത്താവ് തന്നു. ആ സ്വപ്നമാണ് എന്നെ കർത്താവിലേക്ക് അടുപ്പിച്ചത്. ആ സ്വപ്നം എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമായി തീർന്നു. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു. ഒരു തിരുവത്താഴ ശുശ്രൂഷ നടക്കുക. തിരുവത്താഴ ശുശ്രൂഷയില് ആ എല്ലാവരും തന്നെ വെള്ള വസ്ത്രധാരികളായി ആയിരിക്കുന്നു. തിരുവത്താഴം നടത്തുന്ന ദേവദാസൻ വെള്ള ലുങ്കി വെള്ള കുർത്തിയിട്ട്, എന്റെ ജീവിതത്തിൽ അത്രയും സുന്ദരനായ ഒരു മനുഷ്യനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ദേവദാസ് അത്രയും സുന്ദരനായ ഒരു വ്യക്തി. തിരുവത്താഴം എല്ലാവരും അടുത്തേക്കും അപ്പവും വീഞ്ഞും കൊണ്ടു കൊടുക്കുക. എല്ലാവരും അടുത്തേക്കും കൊടുക്കുന്നുണ്ട്. എന്താ ഞാൻ ഇരിക്കുന്നത് കളർ വസ്ത്രം ധരിച്ച് ഏറ്റവും മൂലയിലായിരിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇരിക്കുന്നത്. എന്റെ അടുത്തേക്ക് മാത്രം അപ്പം വീഞ്ഞു കൊണ്ടുവന്നില്ല, എല്ലാവരും അടുത്തേക്കും കൊണ്ടു കൊടുത്തു. എല്ലാവരും അതൊന്ന് പങ്കാളിയായി തീർന്നു. ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സങ്കടം ഉണ്ടായി. യേശുപ്പച്ച, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇതൊന്നും പങ്കാളിയായി തീരാൻ കഴിഞ്ഞില്ലെന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സങ്കടം ഉണ്ടായപ്പോൾ, ആ ഒരു ചോദ്യം ഉയർന്നപ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് ഇടയായി തീർന്നു. പൊന്നെ വെള്ളി എന്ന് അഞ്ഞു പോകുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാണ്ട് രക്തം കൊണ്ട് അത്ര വീണ്ടെടുത്തിരിക്കുന്നു. പിന്നെ ഇത് ആവർത്തിച്ച് കേൾക്കാൻ ഇടയായിത്തീർന്നു. കുഞ്ഞാണ്ട് രക്തത്താൽ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, കുഞ്ഞാണ്ട് രക്തത്താൽ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നുള്ള ശബ്ദം എനിക്ക് കേൾക്കാൻ ഇടയായിത്തീർന്നു. എന്റെ കൊച്ചുപ്രായത്തില് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് മാത്രം പങ്കാളിയായി തീരുവാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിച്ചു. ആ സംസാരം എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല, കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഒരു സ്വപ്നം കൂടെ കർത്താവ് കാണിച്ചു തന്നപ്പോൾ ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി, എന്റെ യേശുപ്പച്ച എനിക്ക് വേണ്ടി മരിച്ചു തന്നു, തന്റെ രക്തം എനിക്ക് വേണ്ടിയാണ് ഊറ്റി തന്നതെന്നും എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണെന്നും ഞാനൊരു പാപിയാണെന്നും എനിക്ക് സമ്മതിക്കുവാനും ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് അന്ന് തന്നെ എന്റെ യേശുപ്പച്ചന് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാനുള്ള വലിയൊരു ഭാഗ്യം കർത്താവ് തന്നു. അന്ന് തന്നെ ദൈവസ്നേഹത്താൽ എന്റെ ഹൃദയത്തെ കർത്താവ് നിറച്ചു. അന്ന് മുതല് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഇരിക്കെ തന്നെ 12ാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ ശക്തിയോടെ കൂടെ നിറച്ചു. എന്റെ 13ാമത്തെ വയസ്സിലെ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ കർത്താവിനെ ഇടയാക്കി. ആ സമയങ്ങളിൽ തന്നെ കർത്താവ് എന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരോട് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയണം. എനിക്ക് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ട, എന്റെ യേശുപ്പച്ചന് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തുന്നിട്ട എന്റെ യേശുപ്പച്ചന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒറ്റൊരു ആഗ്രഹം മാത്രം എന്റെ ജീവിതത്തിൽ ഉണ്ടായുള്ളൂ. പിന്നെ എന്റെ വീട്ടുകാരുടെ ആഗ്രഹം, ഞാൻ ഒരു ഏക മകളാണ്. എന്റെ വീട്ടുകാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു നേഴ്സാക്കി തീർക്കണം എന്നുള്ളതായിരുന്നു. നേഴ്സായി കാണണം എന്ന് എന്റെ വീട്ടുകാർ ആഗ്രഹിച്ചാൽ എന്നാൽ എന്റെ ഒറ്റ ആഗ്രഹം, എനിക്ക് ലോകത്തിൽ ഒന്നും ആവണ്ട, എന്റെ കർത്താവിന് നാമത്തിന് വേണ്ടി വല്ലതൊക്കെ ആയിത്തീരണം, മറ്റുള്ളവരെ കർത്താവിലേക്ക് എനിക്ക് അടുപ്പിക്കണം, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒറ്റൊരു ആഗ്രഹത്തിലും പിന്നെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനം പഠിക്കുവാൻ കടന്നു പോകാൻ ഇടയായിരുന്നു. അവിടെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള ഒരു ബദൽ ആശ്രമത്തിൽ 2 വർഷം ബൈബിൾ ട്രെയിനിങ് ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. തുടർന്ന് അവരോട് കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പഞ്ചാബിലായിരിക്കുന്ന PG വർഗീസ് സാറിന്റെ ഒരു ബുക്ക് വായിക്കാൻ ഇടയായിത്തീർന്നു. ആ ബുക്കിലൂടെയാണ് നോർത്ത് ഇന്ത്യയുടെ വേലയെ കുറിച്ചും യേശുവിനെ ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്ത ജനതയെ കുറിച്ചും എനിക്ക് അറിവാൻ ഇടയായിത്തീർന്നു. ആ കാര്യം, യേശുവിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്ത ജനതയെ കുറിച്ച് അതിൽ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചു. യേശുപ്പച്ച, എനിക്ക് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകണം, എന്റെ യേശുവിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും കേട്ടില്ലാത്ത ആ ജനതയുടെ ഇടക്കിലേക്ക് എന്നെ അയക്കണേ, എനിക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹം സമർപ്പണം ഇടയായിത്തീർന്നു. ഞാൻ എന്റെ വീട്ടിലെ എന്റെ മാതാപിതാക്കളോട് ആ വിഷയം ഷെയർ ചെയ്തു. അതിനു മുമ്പ് തന്നെ എനിക്ക് വിവാഹാലോചന കടന്നു വരാൻ തുടങ്ങിയപ്പോൾ എന്റെ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, എന്റെ മകളെ ദൂരത്തേക്കൊന്നും ഞാൻ കെട്ടിച്ചു വിടില്ല, ആകെ ഒരു മകളേ ഉള്ളൂ, എന്റെ കണ്ണിന് മുമ്പിൽ എപ്പോഴും എനിക്ക് കാണണം. അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് എന്റെ പിതാവ് ഇരുന്നത്. എന്നാൽ എന്റെ ആഗ്രഹം എന്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ എന്റെ പിതാവ് ഇപ്രകാരം പറഞ്ഞു, ഓക്കെ, നിന്റെ ആഗ്രഹമാണെങ്കിൽ ഞങ്ങൾ അതിന് വിരോധമില്ല, നീ പ്രാർത്ഥിക്കുക, അങ്ങനെയാണെങ്കിൽ അത് പ്രകാരമുള്ള ഒരു വിവാഹാലോചന കടന്നു വരും. അങ്ങനെ വിവാഹം കഴിച്ച് നിങ്ങൾ കുടുംബമായി
നീ ആഗ്രഹിക്കുന്ന പ്രകാരം തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി പോയിക്കോളാം. എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവഹിതം ആയതുകൊണ്ട് എന്റെ ആഗ്രഹം ദൈവഹിതമായതുകൊണ്ട് മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന ഒരു ദേവദാസനെ ദൈവം എനിക്ക് കൂട്ടാളിയായി തന്നു. 97 ഡിസംബറിൽ ഞങ്ങളുടെ മാരേജ് നടന്നു. 98 ജനുവരി മുതൽ ഞങ്ങൾക്ക് കുടുംബമായി മധ്യപ്രദേശിൽ കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. അറിയിച്ച ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പേ തന്നെ 96 മുതല് മധ്യപ്രദേശിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടന ജീസസ് മിഷൻ എന്ന് പറഞ്ഞ സംഘടനയാണ്. സാജി ചായന്റെ സംഘടനയിലാണ് ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ആയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 98 കുടുംബമായി നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് കടന്നു വരാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പിതാവ് എന്നോട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു: നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിര് നിന്നില്ല, നിന്റെ ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവവേല ചെയ്യുക എന്നത്. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നീ. കാരണം 3 ദിവസത്തെ ദൂരെയൊക്കെ അല്ലേ, അങ്ങനെ പറയാൻ തക്ക ഇടയായിത്തീർന്നു. മരണം വരെ സംഭവിച്ചാലും നിനക്ക് കാണാൻ പറ്റില്ലെന്ന് വന്നേക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനു മുമ്പിൽ പതറിയില്ല. എന്നാൽ എന്റെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്റെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ എനിക്ക് പോയി കാണുവാനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒത്തിരി വേദനകളൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്കൊന്നും അറിയാം, എന്റെ മാതാപിതാക്കളെ ഞാൻ നിത്യതയിൽ ചെല്ലുമ്പോൾ എന്റെ മാതാപിതാക്കളെ അവിടെ കാണാമെന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് പിന്നെ ആ വിഷയത്തിൽ എനിക്ക് ദൈവം വലിയൊരു ആശ്വാസം തരുവാൻ തക്ക ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ 98 മുതല് മധ്യപ്രദേശിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. പിന്നെ 99 കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അന്ന് മധ്യപ്രദേശും ഛത്തീസ്ഗഡ് ഒന്നാണ്. 2000-ലാണ് മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് വേർതിരിഞ്ഞത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഈ ഛത്തീസ്ഗഡിന്റെ ഈ റായ്ഗഡ്, ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന റായ്ഗഡ് ഹെഡ് ക്വാർട്ടറിന്റെ ഒരു ബ്ലോക്കിലേക്കാണ് ഞങ്ങൾ 99 ജനുവരിയിൽ കടന്നു വരുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. ഭാഷയുടെ പ്രോബ്ലം, ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങള്. എന്റെ കുഞ്ഞിന് 10 മാസം ഉള്ളപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച് ഞാൻ മരിക്കേണ്ട അവസ്ഥയിൽ ഒത്തിരി സീരിയസ് ആയി പോയി. എന്നാൽ അവിടെ നിന്നും കർത്താവ് എനിക്ക് പിന്നെയും ജീവൻ തന്നു തന്റെ സാക്ഷിയായി നിൽക്കേണ്ടതിന് വേണ്ടി. ഒത്തിരി രോഗങ്ങൾ കൂടെ പ്രയാസങ്ങൾ കൂടെ ഒക്കെ കടന്നു പോയപ്പോഴും തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടിയിരുന്നു. കർത്താവ് ഞങ്ങളെ വിളിച്ചത് കൊണ്ട് ആ കർത്താവിന്റെ വിശ്വസ്തതയാൽ ഞങ്ങൾ ഇതുവരെ നിർത്തി, ഞങ്ങൾ നടത്തി. തളർന്നു പോകാവുന്ന സ്ഥാനത്തൊക്കെയും കർത്താവ് ബലം തന്നു. പലപ്പോഴും കഷ്ടതയുടെയും പ്രയാസത്തിന്റെ മധ്യത്തിൽ കടന്നു പോകുമ്പോൾ കർത്താവ് തന്റെ വാഗ്ദത്തം തന്നെ എന്നെ ഉറപ്പിച്ചു. ഒരു വർഷം കർത്താവ് തന്ന വാഗ്ദത്തം ഇതാണ്: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ വരം നൽകിയിരിക്കുന്നെന്ന്. അത് വരമായിട്ട് കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടത ഒരു വരമായി എണ്ണുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പല പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ വരുമ്പോൾ കർത്താവ് സഹിച്ച കഷ്ടതയുടെ മുമ്പില് എന്നുമല്ലല്ലോ, എന്റെ കർത്താവിന് വേണ്ടി ചിലതൊക്കെ സഹിക്കാനുള്ള ഭാഗ്യം കർത്താവ് തരുന്നല്ലെന്ന് ഓർത്ത് പലപ്പോഴും സന്തോഷിപ്പാൻ, കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിന്റെ മധ്യത്തിലും ഒക്കെ സന്തോഷിപ്പാൻ ദൈവം അവസരം തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവ് ഈ ദേശത്ത് ഞങ്ങളെ ശക്തിയോടെ കൂടെ ഉപയോഗിച്ചു. കർത്താവ് ഞങ്ങൾ രണ്ടുപേരും പല കവലകളിൽ പോയി നിന്ന് പരസ്യമൊക്കെ നടത്തുമായിരുന്നു. ഞങ്ങൾക്ക് ഹിന്ദി ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷെ വചനം ബൈഹാർട്ട് പഠിച്ച് പ്രസംഗിക്കും, ട്രാക്ട് കൊടുക്കും. അങ്ങനെ ആദ്യ നാളുകളൊക്കെ അങ്ങനെ പ്രവർത്തിപ്പാൻ തക്കോണം കർത്താവ് ഇടയാക്കി. പിന്നെ കർത്താവ് ഞങ്ങൾ ഈ ദേശത്തിന്റെ മധ്യേ ശക്തിയോടെ കൂടെ ഉപയോഗിച്ചു. ചർച്ചിൽ കടന്നു വരുന്നവർ അധികം പേരും ഭൂതബാധിതരായിട്ടുള്ള സഹോദരങ്ങളായിരുന്നു. അവര് സാത്താനാൽ പിടിക്കപ്പെട്ട് ഞങ്ങൾ പലരും വന്ന് ഞങ്ങളോട് പറയും, ഇങ്ങനെ ഒരു കുടുംബം ഉണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കടന്നു പോകും. ചർച്ചിൽ അവർ കടന്നു വരും, പ്രാർത്ഥിക്കുമ്പോ കർത്താവ് അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ കൊടുക്കുന്നത് കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അപ്രകാരം തന്നെ ഒരു കുഞ്ഞ് 3.5 വയസ്സായിട്ടും നടക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അമ്മ, ആ കുഞ്ഞിനൊരു ഹാർട്ടിലെ ഒരു ഹോളുണ്ട്, അപ്പോ ഓപ്പറേഷൻ വേണം. അപ്പൊ ആ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഓപ്പറേഷത്തിന് വേണ്ടി സഹായത്തിന് വേണ്ടി MLA-യുടെ അടുത്ത് പോയി തിരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവരെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത്. എന്നാൽ സഹോദരി വിചാരിച്ചു MLA സഹായിക്കും, ഓപ്പറേഷന് വേണ്ടി സഹായിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ
അവിടുന്ന് സഹായം കിട്ടാതെ അവർ കണ്ണുനീരോടെ കടന്നു പോകുന്ന ആ വഴിയിൽ വെച്ചാണ് ഞങ്ങൾ ആ കുടുംബത്തെ പരിചയപ്പെട്ടത്. ഞങ്ങൾ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാ സഹോദരി കരയുന്നെന്ന് ചോദിച്ചപ്പോ എന്റെ മകന്റെ അവസ്ഥ ഇങ്ങനെയാണ്, 3.5 വയസ്സായി, നടക്കാൻ പറ്റുന്നില്ല, അവന് ഹാർട്ടിൽ പ്രശ്നമുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ എവിടുന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സഹായം കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ റേച്ചായും പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യേ, ഞങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്നുണ്ട്, അവിടെ കടന്നു പോവാ, യേശു നിങ്ങളുടെ മോന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. 3.5 വയസ്സായിട്ട് നടക്കാത്ത കുഞ്ഞ കർത്താവ് തൊട്ട് കഴിഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങും, കർത്താവ് അത്ഭുതവാനെന്ന് പറയാൻ തൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഒരു വൈകിട്ടുള്ള മീറ്റിങ്ങിൽ ആ സഹോദരി കുഞ്ഞിനുമായി കടന്നു വന്നു. കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് തന്റെ ദാസിലൂടെ ശക്തിയോടുകൂടെ ഇടപെട്ടു. ഇന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ കുഞ്ഞ്, ഇതുവരെ നടക്കാതിരിക്കുന്ന നിന്റെ കുഞ്ഞ് അത്ഭുതമായ രീതിയിൽ നടക്കാൻ തുടങ്ങും. യേശു ആ രീതിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ശക്തിയോടെ കൂടെ വിളിച്ചു പറയാൻ തക്കണം ഇടയായി തീർന്നു. അന്ന് രാത്രിയിൽ മീറ്റിംഗ് ആണെന്ന് കുഞ്ഞ് ഉറങ്ങിപ്പോയി. മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് കുഞ്ഞ് ഉറങ്ങിപ്പോയി. എന്നാൽ അന്ന് രാത്രി സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാല് കുഞ്ഞ് സ്വപ്നം കാണുക. കത്തോലിക്ക കുടുംബത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബം, ആദിവാസി ക്രിസ്ത്യൻ കുടുംബം, കത്തോലിക്ക കുടുംബം. അന്ന് രാത്രി കുഞ്ഞ് സ്വപ്നം കാണുന്നത്, കുഞ്ഞ് വിളിച്ചു പറയൂ അമ്മയോട്, യേശുപ്പ എന്റെ അടുത്ത് വന്നു, എന്നെ തൊട്ടു. അമ്മോട് വിളിച്ചു പറയാ ഉറക്കത്തുനിന്ന് എണീറ്റ്, യേശുപ്പച്ച എന്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടു എന്ന്. നേരം മുളക്കുമ്പോ അമ്മ കാണുന്നത് 3.5 വയസ്സ് വരെ നടക്കാതിരുന്ന കുഞ്ഞ് അന്ന് രാവിലെ കുഞ്ഞ് ഓടി നടക്കാൻ തുടങ്ങുന്നതാ കാണുന്നത്. കർത്താവ് ആ രീതിയിലൊക്കെ ഞങ്ങള് ഈ ദേശത്ത് അത്ഭുതം പ്രവർത്തിച്ചു. അത് പലർക്കും ഒരു സാക്ഷ്യത്തിന് കാരണമായി തീർന്നു. അത് കേട്ട് പലരും ചർച്ചയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പല വിരോധങ്ങളും ദേശത്ത് ഉയർന്നു. പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ മീറ്റിംഗ് നടത്തുമ്പോൾ പിന്നെ അവിടെ കൂട്ടത്തോടെ ആൾക്കാർ കടന്നു വരുമ്പോൾ പിന്നെ അവിടെ BJP-കാർ കടന്നു വരും. പിന്നെ അവര് പ്രശ്നം ഉണ്ടാക്കും, ഇവിടെ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പല മീറ്റിങ്ങുകളും അങ്ങനെ തടസ്സപ്പെട്ടു. അങ്ങനെ എന്നാൽ തന്നെയും കുറച്ചു പേരെ കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസികളായിട്ട് ഈ ദേശത്ത് തരുവാൻ തൊക്കണം കർത്താവ് ഇടയായി തീർന്നു. കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഈ ദേശത്ത് ഞങ്ങൾക്കൂടെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചർച്ചിനെതിരെ വലിയൊരു വിഷയം കടന്നു വന്നു. കൂട്ടത്തോടുകൂടെ പല സുവിശേഷ വിരോധികളുടെ പല സംഘടനകൾ ഒന്നിച്ച്, ഇവിടുത്തെ വാർഡ് മെമ്പർ ഒന്നിച്ച് ഈ ഞങ്ങളുടെ സഭയ്ക്കെതിരെ കടന്നു വന്നു. ഇവിടുത്തെ ലോക്കൽ TV ചാനലിലും ന്യൂസ് പേപ്പറിലും ഒക്കെ ഞങ്ങൾ മതപരിവർത്തനം നടത്തുക പറഞ്ഞ് ഒത്തിരി പ്രശ്നം ഉണ്ടായി. റേച്ചാന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവിടെ കടന്നുപോയി എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെ പറയുവാൻ ദേവദാസനെ ബലപ്പെടുത്തി. എന്നാൽ പിന്നെ ഞങ്ങൾക്കെതിരെ CID പ്രവർത്തനമൊക്കെ നടത്തി. എന്നാൽ CID ഓഫീസർ തന്നെ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു. പുള്ളി ഞങ്ങളോട് പറഞ്ഞിങ്ങനെ നിങ്ങൾക്കെതിരെ CID പ്രവർത്തനം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോളാൻ പുള്ളി ഞങ്ങളോട് പറഞ്ഞു. പിന്നെ അതൊക്കെ ശാന്തമായി. അങ്ങനെ തുടർന്ന് വരവേ റേച്ചാനി 29 വയസ്സ് മുതലേ ഷുഗറിന്റെ പ്രശ്നമുണ്ട്. ഷുഗറും BP ഒരുപോലെ കൺട്രോളില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ 2020 ഡിസംബർ ആയപ്പോഴേക്കും റേച്ചാൻ ഷുഗറിനാൽ കിഡ്നി ഡാമേജ് ആയി. പിന്നെ കുഴപ്പമില്ലാതെ മെഡിസിനിൽ നടക്കുമായിരുന്നു. എന്നാൽ 21 ഏപ്രിലിൽ റേച്ചാന് കോവിഡ് ബാധിതനായി. കോവിഡ് ബാധിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് കൈവിട്ടു. നിങ്ങൾക്ക് അറിയിക്കാറുള്ളവരെ എല്ലാം അറിയിച്ചോളാൻ പറയാൻ തൊക്കെ ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് പിന്നെയും കർത്താവിന്റെ ശുശ്രൂഷ കുറച്ചു നാൾ കൂടെ തന്റെ ദാസിൽ കൂടെ കർത്താവിന് ചെയ്യിപ്പിക്കാനുള്ളത് കൊണ്ട് 1 വർഷം കൂടെ റേച്ചാന് കൂട്ടിക്കൊടുത്തു. എന്നാൽ കോവിഡിന്റെ അനന്തരഫലമായി 3 മാസം റേച്ചാൻ ബെഡിൽ തന്നെയായി പോയി, നടക്കാനൊന്നും പറ്റാതെ. എന്നാൽ പിന്നെയും ദൈവം അവിടുന്ന് ശക്തീകരിച്ചു. അതിന്റെ ഇടയ്ക്ക് 3 മാസം കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവവേല ചെയ്യുവാൻ പിന്നെയും ദേവദാസനെ ദൈവം ബലപ്പെടുത്തി. അങ്ങനെ അതിനുശേഷം പിന്നെ റേച്ചാന് പെട്ടെന്ന് ഒരു അർദ്ധരാത്രിയാണ് പിന്നെ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ പല സന്ദർഭങ്ങളിലായി അർദ്ധരാത്രിയൊക്കെ റേച്ചാന് കോവിഡ് കൂടിയപ്പോഴും ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ റേച്ചാന് ട്രീറ്റ്മെന്റ് കിട്ടാതെ വന്നപ്പോൾ വീട്ടില് 3 കുഞ്ഞുങ്ങൾ കോവിഡ് ബാധിച്ച് ഞാൻ ഒറ്റയ്ക്ക് റേച്ചാനെ കൊണ്ട് ബോധമില്ലാതെ ഓക്സിജൻ കൊടുത്ത് റായ്പൂര് ഞങ്ങളുടെ ക്യാപിറ്റലിലേക്ക് 6 മണിക്കൂറത്തെ യാത്ര ഇവിടുന്ന് ഒറ്റയ്ക്ക് അർദ്ധരാത്രി റേച്ചാനെ കൊണ്ട് പോകേണ്ട അവസ്ഥയൊക്കെ വന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന് 3 മാസം കൂടി പിന്നെയും ദൈവവേല ചെയ്തു. പിന്നെ കർത്താവ് അത്ഭുതം ചെയ്തു. പിന്നെ തുടർന്ന്
റേച്ചാന് പിന്നെ ഡയാലിസിസ് തുടങ്ങേണ്ടി വന്നു. പിന്നെ റേച്ചാന്റെ ലിവർ സിറോസിസ് ആയി, ലങ്സ് ഡാമേജ് ആയി. പിന്നെ ആഴ്ചയിൽ ആദ്യം 2 വട്ടം ഡയാലിസിസ് ആയിരുന്നു, പിന്നെ ആഴ്ചയിൽ 3 വട്ടം ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനിടയ്ക്ക് ആഴ്ച 2 വട്ടം റേച്ചാന്റെ ഫ്ലൂയിഡ് എടുക്കണം. 2.5 ലിറ്റർ 3 ലിറ്റർ ഒക്കെ ഫ്ലൂയിഡ് എടുക്കുന്ന അവസ്ഥയാണ്. പിന്നെ അത് നിറഞ്ഞു വരും. അപ്പൊ അങ്ങനെ ഒത്തിരി സീരിയസ് ആയ അവസ്ഥയില് പലരും അന്ന് റേച്ചാന് വേണ്ടി ബലമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് നിന്റെ ദാസനെ പരിപൂർണമായി സൗഖ്യം കൊടുത്തവര് ആയുസിലെ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തണം, പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് കർത്താവിനോട് ബലമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ റേച്ചാൻ തന്നെ പറയുമായിരുന്നു, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. പലപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഇടയ്ക്ക് റേച്ചാൻ അവരെ പ്രാർത്ഥന നിർത്തിച്ച് അവരോട് പറയും, നിങ്ങൾ ബലമായിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് എനിക്ക് സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ദൈവ സൗഖ്യം ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല ദൈവഹിതം അല്ല എങ്കിൽ അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ റേച്ചൻ പറയുമായിരുന്നു. പിന്നെ അതിവേദനയിലൂടെയാണ് ആ നാളുകളൊക്കെ റേച്ചൻ കടന്നു പോയത്. അപ്പോഴും റേച്ചൻ ഒരിക്കൽ പോലും ദൈവത്തോട് പൊറുക്കുക സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴൊക്കെ റേച്ചാൻ പറയുമായിരുന്നു, ഇതെല്ലാം ഈ വേദന അനുവദിക്കുന്നതൊക്കെ എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാന്ന് കൂടെ പറയുമായിരുന്നു. അങ്ങനെ വേദനയുടെ നടുവിൽ കൂടെ പോകുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ കൊടുത്തു. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീസസ് മിഷൻ ഫാമിലി സായിച്ചായ ഞങ്ങക്ക് നല്ലൊരു സംഘടനയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. ഒരിക്കലും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സായിച്ചാൻ എപ്പോഴും ആഫ്രിക്കയിലായിരിക്കുമ്പോഴും എപ്പോഴും വിളിച്ചു ചോദിക്കുമായിരുന്നു, വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. ഞങ്ങളുടെ ജീസസ് മിഷൻ ഫാമിലിയുള്ള ഓരോ ലീഡേഴ്സും ഓരോ മെമ്പേഴ്സും ഓരോ ഫാമിലിയും എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും ഞങ്ങളോട് കൂടെ സഹകരിക്കുകയും കൂടെ നിൽക്കുകയും എല്ലാ വിധത്തിലും ഞങ്ങളോട് കൂടെ നിന്ന് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഘടനയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സായിച്ചാന് വേണ്ടി ഞാൻ നന്ദി ദൈവത്തെ സ്തുതിക്കുന്നു. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു നേതൃത്വമാണ് ഞങ്ങളുടെ ജീസസ് മിഷൻ ഫാമിലി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പിന്നെ മരണത്തോട് അടുത്തപ്പോൾ റേച്ചാന് 2 വിഷയമാണ് റേച്ചാനെ മെയിൻ ആയിട്ട് റേച്ചാനെ സങ്കടപ്പെടുത്തി കൊണ്ടിരുന്നത്. ഒന്ന്, റേച്ചാനോട് ഒരു പ്രാവശ്യം ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എങ്ങനെ വീട്ടുകാര്യങ്ങൾ നടത്തും, വരവ് ചെലവ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങൾ എങ്ങനെ നടത്തും എന്നുള്ള ഒരു ചോദ്യം റേച്ചാന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അതുവരെ ഞാൻ റേച്ചാന്റെ പുറകെ നിന്ന് മാത്രം പ്രവർത്തിച്ചിട്ടുള്ളൂ, പുറകെ നിന്ന് മാത്രമേ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളൂ. മുമ്പിൽ കയറി ഒരു കാര്യം പോലും ചെയ്ത് ശീലിച്ചിട്ടില്ലല്ലോ. പുറകെ നിൽക്കുന്ന പ്രകൃതമാണ് റേച്ചാൻ അറിയാം. റേച്ചാനോട് ചോദിച്ചപ്പോൾ ഞാൻ വിശ്വാസത്തോടെ വാക്ക് കൊടുത്തു. കാരണം റേച്ചാന് വർഷങ്ങൾക്ക് മുമ്പ് ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായതാ, MRI ഒക്കെ ചെയ്തത്. അന്ന് ഡോക്ടേഴ്സ് വിചാരിച്ചത് പാരലൈസ് ആയി പോവാ, അല്ല മരണം നടക്കുമെന്നൊക്കെ വിചാരിച്ച സ്ഥാനത്തുനിന്ന് ദൈവം പിന്നെ വിടുവിച്ച് 12 വർഷത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. ആ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ ഞാൻ റേച്ചാനോട് വിശ്വാസത്തോടെ വാക്ക് കൊടുത്തു. റേച്ച ദൈവം അനുവദിച്ചത് കൊണ്ടാണ് ഇത്രയും വർഷം കുടുംബത്തെ നോക്കാൻ റേച്ചാന് ഇടയായത്. ആ ദൈവം ഇന്ന് വിശ്വസ്തനാ. റേച്ചാന് കുടുംബം നടത്താൻ അനുവദിച്ച ദൈവം തന്നെ ഞങ്ങളെ നടത്താൻ വിശ്വസ്തനാച്ച. അതുകൊണ്ട് അച്ഛൻ ഭാരപ്പെടണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഇടയായിത്തീർന്നു. ഇന്നും അതും അങ്ങനെ തന്നെയാ. കർത്താവ് തന്റെ വിശ്വസ്ത ഞങ്ങളെ നടത്തുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് കടന്നു വരുമ്പോൾ ദേവസ്ഥാനം മുഴങ്ങാൽ മടക്കുമ്പോൾ അറിയപ്പെടാത്ത വ്യക്തികൾ കൂടെ കർത്താവ് ഞങ്ങൾ ഇതുവരെ അത്ഭുതനായി നടത്തി. ദാവീദ് പറയുന്ന പോലെ എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ടെന്ന് പറയുവാൻ തൊക്കണം. ഇതുവരെയും കർത്താവ് തന്റെ കൃപയാൽ ഞങ്ങൾ നടത്തും. ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം തന്നെ റേച്ചാന്റെ വേറൊരു സങ്കടമായിരുന്നു. എപ്പോഴും റേച്ചാന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കാണ്, കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേച്ചാന്റെ ഒരു പ്രയാസമായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വിളിച്ചറിയിക്കണമല്ലോ, അപ്പൊ നീ ഒറ്റയ്ക്കായിരിക്കും. കാരണം റേച്ചാൻ എന്റെ അവസ്ഥ, എന്റെ സ്വഭാവം എല്ലാം റേച്ചാൻ അറിയാം. അപ്പൊ മറ്റുള്ളവരെ വിളിച്ചറിയിക്കേണ്ടി വന്ന നീ എന്ത് ചെയ്യും, നീ ഒറ്റയ്ക്കായിരിക്കും എന്നുള്ള വലിയൊരു സങ്കടം റേച്ചാനും ഉണ്ടായിരുന്നു. എന്നാല് ആ മരണത്തിന്റെ സമയത്ത് 3.5 മണിക്കൂർ മാത്രം റേച്ചാനെ ആ ഒരു മരണത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയത്. അതുവരെ റേച്ചാൻ സംസാരിക്കുകയും കഴിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഒരു 3.5 മണിക്കൂറാണ് റേച്ചാന് അങ്ങനെ ഒരു മരണത്തിന്റെ ആ അവസ്ഥ താഴ്വരെ കൂടെ കടന്നുപോകേണ്ടി വന്ന അവസ്ഥ ഉണ്ടായത്.
ആ അവസ്ഥ മനസ്സിലായപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ഒരു മലയാളി അച്ഛനെ, ഞങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ട ഒരു മലയാളി അച്ഛനെ വിളിച്ചപ്പോ അച്ഛായ 2-3 പേരെ കൂട്ടി കടന്നു വന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടെ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഹിന്ദിക്കാരായ ഒരു പ്രിയ ചേട്ടനും ചേച്ചിയുണ്ട്. അവര് അറിയിക്കാതെ തന്നെ കടന്നു വന്നു. ആ സമയത്ത് എന്റെ മോന്റെ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. മോന് വണ്ടി ഓടിച്ച് കടന്നു വരുവാനുള്ള, ബൈക്ക് ഓടിക്കാനുള്ള അവസ്ഥ എല്ലായിരുന്നുകൊണ്ട് വേറൊരു സഹോദരൻ എന്റെ 2 മക്കളെ ഇവിടെ കൊണ്ടുവിട്ട് ആ സമയത്ത് മൂത്ത മോള് കൊടക്കനാൽ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിൽ ലാസ്റ്റ് ആയപ്പോഴേക്കും റേച്ച എപ്പോഴും ഐസിയുവിലായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ള മിഷൻ ഹോസ്പിറ്റലായിരുന്നു റേച്ചന്റെ ട്രീറ്റ്മെന്റും ഡയാലിസിസും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ആ ഡോക്ടർ എനിക്ക് പെർമിഷൻ തന്നിരുന്നു, എപ്പോ വേണേ ഐസിയുവിൽ കയറാൻ, റേച്ചന്റെ എന്ത് ശുശ്രൂഷ വേണേ ചെയ്തു കൊടുക്കാനുള്ള പെർമിഷൻ. എവിടെയും കിട്ടാത്ത ഒരു പെർമിഷൻ ഇവിടെ ദൈവം എനിക്ക് തന്നായിരുന്നു. റേച്ചൻ എപ്പോ വേണേ എനിക്ക് ഐസിയുവിൽ കയറാനും റേച്ചന്റെ കൂടി ഇരിക്കാനുള്ള ഒരു പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റേച്ചന്റെ മരണത്തിന്റെ അവസ്ഥയില് ഞങ്ങള് 8-9 പേര് ഐസിയുവില് റേച്ചാന്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തന്നു. അതുപോലെ തന്നെ അശക്തിയായ എന്നെ ദൈവശക്തീകരിച്ചു. ഞാൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ അച്ചായന്റെ ആത്മാവിനെ നിന്റെ കരുത്തിൽ തരുവാന്ന് പറഞ്ഞ് സമർപ്പിക്കുവാനും എന്റെ കൈകൊണ്ട് തന്നെ റേച്ചാന്റെ കണ്ണ് അടച്ചു കൊടുക്കുവാനും ദൈവം എനിക്ക് അസാധാരണമായ ഒരു ശക്തിയും കൃപയും തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ റേച്ചാന്റെ ഒരു സങ്കടമായിരുന്നു, നീ ഒറ്റയ്ക്കായിരിക്കും, എന്ത് ചെയ്യും മറ്റുള്ളവരെ അറിയിക്കാൻ എന്നുള്ള. എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ദൈവം 8-9 പേരെ അവിടെ വരുത്തുകയും അതുപോലെ തന്നെ അസാധാരണമായ ഒരു ദൈവശക്തി എന്നിൽ വ്യാപരിക്കുകയും റേച്ചാൻ അവസാനം ചെയ്തു കൊടുക്കാനുള്ള ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ധൈര്യത്തോടെ ചെയ്തു കൊടുക്കാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. അതുപോലെ തന്നെ വിളിച്ചറിയിക്കേണ്ടവരെ വിളിച്ചറിയിക്കാനും മിഷനിലേക്ക് എല്ലാം വിളിച്ചറിയിക്കേണ്ടവരൊക്കെ വിളിച്ചറിയിക്കാൻ ദൈവം എനിക്ക് ശക്തി ബലം തന്നു. റേച്ച മരിക്കുന്നത് 22 ജൂൺ 9-നാണ്. ജൂൺ 11-നാണ് റേച്ചാന്റെ ഫ്യൂണൽ നടക്കുന്നത്. അതുവരെയും ഞാൻ വേറൊരു ലോകത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ധൈര്യത്തോടെ ഫ്യൂണലിന് സാക്ഷ്യം പറയാനൊക്കെ കർത്താവിനെ സഹായിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് ഒരു ശനിയാഴ്ചയാണ് റേച്ചാന്റെ ഫ്യൂണൽ നടക്കുന്നത്. സൺഡേയിലെ ഞങ്ങളുടെ ജീസസ് മിഷനിലുള്ള ഒരു അച്ചായ ഇവിടെ ഉണ്ടായിരുന്നു. അച്ചായ മെസ്സേജ് കൊടുത്തു, ഞാൻ ആരാധന ലീഡ് ചെയ്തു, എല്ലാം ഓക്കെ ആയിട്ട് നടന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം മുതല് എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോയപ്പോ ശേഷം ആ സമയത്താണ് എന്റെ മനസ്സിൽ ഇപ്രകാരം ചിന്ത കടന്നു വരുന്നത്, ഞാൻ എന്നേക്കായിട്ട് എന്റെ അച്ചായ ലോകത്തിൽ എനിക്ക് നഷ്ടമായി എന്നുള്ള ചിന്ത കടന്നു വരുവാൻ, ഞാൻ അന്യദേശത്ത് ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. അതുവരെയും ഞങ്ങളായിരുന്ന ദേശം എനിക്ക് സ്വന്തമായിരുന്നു. നിറയിച്ചാൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളായിരിക്കുന്ന ദേശം എനിക്ക് അന്യമായ ദേശമായി തോന്നി. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്നും അന്യദേശത്ത് ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള ഒരു ചിന്ത കടന്നു വന്ന് എനിക്ക് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടയായി തീർന്ന 6.5 മാസം ഞാൻ ആ മാനസിക പീഡയിൽ കൂടെ കടന്നുപോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അങ്ങനെ ഇരിക്കും. എനിക്ക് ഷുഗർ ഉണ്ട്. ഷുഗർ ഭക്ഷണമൊന്നും ശരിയായ രീതിയായി കഴിക്കാത്തത് കൊണ്ട് കണ്ണിന് കാഴ്ചയൊക്കെ കുറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കടന്നുപോയപ്പോ ഡോക്ടർ പറഞ്ഞു കണ്ണില് ഡ്രോപ്സ് ഒഴിക്കണം, അപ്പൊ കണ്ണ് ക്ലിയർ ആയിട്ട് കാണത്തില്ല, ആ സമയത്താണ് ചെക്കപ്പ് ചെയ്യേണ്ടത് എന്ന് പറയാൻ ഇടയായിത്തീർന്നു. അങ്ങനെ തന്നെ ഡ്രോപ്സ് ഒഴിച്ചപ്പോ എന്റെ കണ്ണ് മങ്ങുവാൻ ഇടയായിത്തീർന്നപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസം തോന്നി. ആ സമയത്ത് എന്റെ മനസ്സിൽ ഒരു സങ്കടം തോന്നി. എന്റെ അച്ചായനുണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ ഇരിക്കുമായിരുന്നു എന്നുള്ള ഒരു സങ്കടം എന്റെ മനസ്സിൽ കടന്നു വന്നു. ആ സമയത്താണ് ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കർത്താവ് സഹായിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ച നിമിഷം തന്നെ എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ അനുഭവപ്പെടുക, എനിക്ക് ഫീൽ ചെയ്യുക, എന്റെ കർത്താവ് എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. ഞാൻ അങ്ങനെ നോക്കി, ശരിക്കും അത് ഞാൻ ഫീൽ ചെയ്ത് എന്റെ കർത്താവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നുണ്ടെന്ന്. പിന്നെ കർത്താവ് എന്റെ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിലുള്ള വാക്യം കർത്താവിന്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ലെന്നുള്ള ആ ദൈവശബ്ദം, ആ ദൈവജനന്റെ ഉള്ളത്തിൽ ശക്തിയോടെ കൂടെ സംസാരിക്കാൻ ഇടയായിത്തീർന്നു. ആ ഒരു നിമിഷം ഞാൻ 6.5 മാസം അനുഭവിച്ച മാനസിക പീഡ ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകാൻ ഇടയായിത്തീർന്നു. ഒന്നുകൂടി ദൈവസാന്നിധ്യം ആ നിമിഷം അനുഭവിച്ചു.
അതെ പ്രിയപ്പെട്ടവര്, നമ്മൾ ഏതൊരു ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും, എത്ര വേദനയിൽ കൂടെ കടന്നു പോയാലും, നമ്മൾക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത വിഷമസന്ധിയിൽ കൂടെ കടന്നു പോയാലും, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അരുമനാഥനായ കർത്താവ്, ലോകത്തിൽ നമ്മെ സ്നേഹിക്കുന്ന ആർക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധികളില്ലാതെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. കാരണം നമ്മുടെ അവസാനം വരെയും കൂടിയിരിക്കാൻ കഴിവുള്ള നമ്മുടെ യേശുപ്പച്ചൻ മാത്രമാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. ആ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ച അതേ നിമിഷം തന്നെ എന്റെ ഹൃദയത്തിലെ വേദനകളെല്ലാം പോവാൻ തക്കണം. ആ മാനസിക പീഡ, റേച്ചൽ നഷ്ടപ്പെട്ടതിന്റെ വേദന ഉണ്ടെങ്കിൽ തന്നെ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ആ മാനസിക പീഡയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കർത്താവിനെ സഹായിച്ചു. പിന്നെ എങ്ങനെ ഈ ദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നോ ആ രീതിയിൽ തന്നെ ദേശത്ത് പ്രവർത്തനം തുടരുവാൻ കർത്താവ് സഹായിക്കുന്നു. ഞങ്ങളുടെ മിഷൻ എന്നെയാണ് ഇവിടെ ആക്കി വെച്ചത്. പലപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടു ദേവദാസിന്റെ കുടുംബത്തെ ദേശത്തേക്ക് അയക്കണമെന്നാൽ ഞങ്ങളുടെ മിഷൻ, ഞങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞത് ഞങ്ങൾ തന്നെ റേച്ചാൻ തുടങ്ങി വെച്ച ശുശ്രൂഷ ഞങ്ങളിൽ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാസത്തിൽ ഒരിക്കൽ തിരുവത്താഴ ശുശ്രൂഷ നടത്താൻ വേണ്ടി മാസത്തിൽ ഒരിക്കൽ ഒരു ദേവദാസം കടന്നു വരും. അങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. റേച്ച മരിച്ചതിന് ശേഷം 2 വട്ടം സ്നാനം നടക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. ഇതിന്റെ മധ്യ അങ്ങനെ ഇരിക്കെ തന്നെ കഴിഞ്ഞ മെയ് ലാസ്റ്റില് ഞാൻ രോഗിയായി തീരുന്നു. എനിക്ക് റുമറ്റോയ്ഡ് ആർത്തറൈറ്റിസിനാൽ ഞാൻ ബാധിക്കപ്പെട്ടു. സഹിക്കാൻ പറ്റാത്ത വേദന, ജോയിൻസിനൊക്കെ സഹിക്കാൻ പറ്റാത്ത വേദന, ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി നാട്ടില് ആയുർവേദിക് ഹോസ്പിറ്റലിൽ കടന്നുപോയി. ആ സമയത്താണ് ഇൻഡോറിലുള്ള സിസ്റ്റർ മാത്യു ഉമ്മൻ പാസ്റ്റർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ മാത്യു ഉമ്മൻ പാസ്റ്റർ എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി സഹായിപ്പാൻ ഇടയായിത്തീർന്നു. അതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എന്നിട്ടും എനിക്ക് ഒട്ടും സുഖമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നെ അലോപ്പതി ട്രീറ്റ്മെന്റ് തുടങ്ങാൻ തക്കണം കർത്താവ് സഹായിച്ചു. ഇപ്പോഴെനിക്ക് ആശ്വാസമുണ്ട്, നടക്കാൻ കഴിയും. എന്നാൽ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ കർത്താവ് ഇത്രത്തോളം എന്നെ സൗഖ്യമാക്കി ബലപ്പെടുത്തി. കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ ചെറിയ മോൾക്ക് ഒരു സർജറി ചെയ്യേണ്ടി വന്നു, പൈൽസിന്റെ. അങ്ങനെ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ വന്നു, നിങ്ങൾ ഇവിടെ കടന്നു വരണം, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് പറയാൻ തൊക്കെ ഇടയായി തീർന്നു. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, സാറേ എന്റെ മോളായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, നാളെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ ദിവസം എന്റെ മൂത്ത മോളുമായി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നുപോയി. ഇവിടെ ഇപ്പോ ഞങ്ങളുടെ ഛത്തീസ്ഗഡിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഛത്തീസ്ഗഡ്, യുപിയിലും മധ്യപ്രദേശിലൊക്കെ ഒത്തിരി സുവിശേഷ വിരോധികളാൽ ദേവദാസന്മാർ ഉപദ്രവിക്കപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ഈ കാരണം കൊണ്ടാണ്. ഇവിടെ ഇനി ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് സംഘടനയുടെ കൂടെയാണെന്നും എവിടെന്നാ നിങ്ങൾക്ക് സഹായം കിട്ടണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ദൈവം എന്റെ കൂടെ നിന്ന് ബുദ്ധിയോട് കൂടെ സംസാരിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ അവരെന്നോട് ചോദിച്ചു, നിങ്ങളുടെ അവിടെ എത്ര പേര് കൂടുന്നുണ്ടെന്നും ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ മുതലേ ക്രിസ്ത്യൻ ആയവർക്ക് മാത്രമേ ചർച്ചിൽ വരാനുള്ള പെർമിഷൻ ഉള്ളൂ. മറ്റു പുതുതായി കടന്നു വരുന്ന ആരെയും ചർച്ചിനകത്ത് കയറ്റാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ ചർച്ച എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചും വീടും രണ്ട് സ്ഥലത്താന്ന് പറഞ്ഞപ്പോ സൺഡേയിൽ ആരാധന നടത്താനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ 4 പേർക്കും, എനിക്ക് 3 മക്കളാ ഉള്ളത്, 3 മക്കൾക്കും എനിക്കും പിന്നെ ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ആദിവാസി കത്തോലിക്കിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിക്കും ഞങ്ങൾക്ക് മാത്രമേ ഇപ്പൊ സൺഡേയിൽ ചർച്ചിൽ പോയി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. മറ്റു രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിക്ക് പോലും ചർച്ചിൽ കടന്നു വരുവാൻ സ്വാതന്ത്ര്യമില്ല. അവിടുന്ന് അവിടുന്ന് അങ്ങനെയാണ് ഓർഡർ വന്നെടുക്കണം. മറ്റാരെയും ചർച്ചിൽ കയറാൻ
അനുവദിക്കരുതെന്ന്. പിന്നെ ഇവിടെ ഇപ്പോ ഈ റായ്ഗഡിൽ തന്നെ, ഞങ്ങളുടെ ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ തന്നെ ഇവിടെയുള്ള അധികം ഇവിടെ ഹൗസ് ചർച്ചാണ്. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഇവിടെ ഏജി ചർച്ച് ഉണ്ട്, ഷാരോൺ ചർച്ച് ഉണ്ട്, IPC ചർച്ച് ഉണ്ട്, ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഉണ്ട്. അവരെല്ലാം ഹിന്ദിക്കാരായ പാസ്റ്റർമാരാണ്. അവരെല്ലാം ചർച്ച് ഭവനത്തിൽ വെച്ചാണ് ആരാധന നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് അതിനുള്ള പെർമിഷൻ തന്നെ അവർ നിർത്തി. സൺഡേ ആരാധന നടത്തുവാനുള്ള പെർമിഷൻ ഇല്ല. എല്ലാവരും ഓൺലൈനിലാണ് നടത്തുന്നത്. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്ക് ദൈവം ചർച്ച് തന്നിട്ടുള്ളത് കൊണ്ട് മാത്രം ചർച്ചിൽ ഒറ്റ കുടുംബത്തുമായി ഞങ്ങള് 2 ആഴ്ചയായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സൺഡേയില് 5 പോലീസുകാരെ കടന്നു വന്ന് എൻക്വയറിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ചതിന് ശേഷം, ഒരു ശനിയാഴ്ചയാണ് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. പിറ്റത്തെ ദിവസം അവർ എൻക്വയറിക്ക് വേണ്ടി 5 പോലീസുകാരുമായി കടന്നു വന്നു. എങ്ങനെയാണ് ആളുകൾ കൂടുന്നുണ്ടോ എന്തോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. എന്നാൽ അവര് പിന്നെ സമാധാനത്തോടെ കടന്നു പോകാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ഈ രീതിയിൽ 2 ആഴ്ചയായി ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ 2 കുടുംബം മാത്രമായിട്ട് ആരാധിക്കുന്നു. വിശ്വാസികൾക്ക് ആർക്കും കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ വിശ്വാസികളുടെ ഭവനങ്ങളിൽ പോലും സന്ദർശനം വിസിറ്റിംഗ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. കാരണം ആര് വേണേ എപ്പോ വേണേ ഒറ്റുകൊടുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ കടന്നു പോകുന്നത്. എങ്കിലും അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിന്റെ വേലയിൽ ഉറപ്പോടെ കുലുങ്ങാതെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇതുവരെ കൃപ തന്നു. തുടർന്നും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം എന്ന ആഗ്രഹം. കർത്താവ് ആക്കി വെച്ച ഈ സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ കർത്താവിന്റെ വേലയിൽ തുടരണം. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എന്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമേ എന്ന് എനിക്കുള്ളൂ. അങ്ങനെ ആയിരിക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷ തികയ്ക്കണം, വിശ്വസ്തയോടെ തികയ്ക്കണം. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മകൻ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സംഭവം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ചപ്പോൾ എന്റെ മകൻ അതിനുശേഷം എന്നോട് പറഞ്ഞു, മമ്മിക്ക് ജയിലിൽ പോകേണ്ടി വന്ന മമ്മി പോവണ്ട, മമ്മിയുടെ സ്ഥാനത്ത് ഞാൻ പൊക്കോളാം. കാരണം മമ്മിക്ക് സുഖമില്ലല്ലോ. അതുമല്ല, എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യേണ്ടത് മമ്മിയല്ല. അതുകൊണ്ട് മമ്മി പോകണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയാൻ തക്കണിടയായി തീർന്നു. എനിക്കത് വലിയ സന്തോഷം തോന്നി. കാരണം അവന് ഇപ്രകാരം ചിന്തിക്കായിരുന്നു. ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ദൈവവേലയല്ല, എന്റെ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജയിലിൽ കൂടെ പോകേണ്ട അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നു. എന്റെ മമ്മിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇപ്രകാരമുള്ള പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് എന്റെ മകന് വേണ്ടി പ്രയാസപ്പെടാറുന്നു. പക്ഷെ അവൻ പ്രയാസപ്പെട്ടില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ദൈവം എനിക്ക് 3 മക്കളെ തന്നിട്ടുള്ളത്. 3 പേരെയും ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചാൽ എനിക്ക് സന്തോഷമാണ്. എന്നാൽ ഞാൻ അവരെ നിർബന്ധിക്കുന്നില്ല. കാരണം ഇപ്പൊ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവവേല ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കൃപയും ശക്തിയും കൂടാതെ ദൈവവേല ഒരിക്കലും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുവരെയും ദൈവം തന്റെ വിശ്വസ്തയെ ഞങ്ങളുടെ ദേശത്ത് നിർത്തി. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കണം. 3 കുഞ്ഞുങ്ങളെയും ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും സന്തോഷവതി ഭാഗ്യവതി ആയിരിക്കും. എന്റെ ആഗ്രഹം അതാണ്. ഇതുവരെയും കർത്താവ് നിർത്തിയ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇപ്രകാരം എന്റെ സാക്ഷ്യം പറയുവാൻ അവസരം തന്ന പ്രിയപ്പെട്ട മാത്യു പാസ്റ്ററോടും ഷേർലി സിസ്റ്ററോടും അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്ത റീന സിസ്റ്ററോടും എന്റെ നന്ദി അറിയിക്കുന്നു. അപ്രകാരം തന്നെ എന്റെ സാക്ഷ്യം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കണമേ.